എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. അടുത്ത തവണ പൊടിക്കൊഞ്ച് അല്ലെങ്കിൽ കുഞ്ഞു കൊഞ്ച് കിട്ടുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. കണവ തോരൻ അല്ലെങ്കിൽ കൂന്തൽ തോരനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ വലിയ കൊഞ്ചാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ തോരൻ വെച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വൃത്തിയാക്കിയിട്ടുള്ള ചെറിയ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കൊഞ്ചെന്ന് പറയും. ഞാൻ അതിൻ്റെ മുകളിലത്തെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എടുക്കണം എന്നില്ല. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി കൊച്ചുള്ളി വേണം. ഒരു വലിയ പിടി കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തേങ്ങാക്കൊത്ത് വേണം. അപ്പോൾ തേങ്ങ ഇതുപോലെ പൂളി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കൊച്ചുള്ളിയും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ ഈസി ആവും. അതിനായിട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സ്പൈസി ആയിട്ടുള്ള 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ തോരനൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ പൾസ് അടിച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പം കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ ഒന്ന് നേർത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കൊച്ചുള്ളി അരിയാനായിട്ട് മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സവാളയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നിന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കൊഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്കായി വരുന്നത്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കണവ തോരനും കൂൺ തോരനും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും തയ്യാറാക്കിയെടുക്കുന്നത്. ശേഷം നമുക്ക് തുറന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ച് ചിക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.